ഹലോ മൈ ഡിയർ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടേബിളും ഫ്ലോട്ടിംഗ് ഷെൽഫ് റൂമിൽ വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 3 ആണിത്. പാർട്ട് 2 ആരെങ്കിലും കാണാത്തതുകൊണ്ട് ഇവിടെ താഴെ അവിടെ ഇവിടെ ഇടയിലൊക്കെ കാണും, ക്ലിക്ക് ചെയ്താൽ അത് കാണാൻ പറ്റും. അപ്പോൾ പാർട്ട് 3 ഇന്ന് ഇഷ്ടം പോലെ ഓർഡർ വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഇവിടുത്തെ നമ്മൾ ഓർഡർ ചെയ്ത് കുറേ സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഇന്ന് പൊട്ടിക്കണം. ആദ്യം തന്നെ ഈ ചെറിയ ബോക്സ് പൊട്ടിക്കുക. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ചെറിയ ലൈറ്റാണ്. ഇത് ഡയറക്റ്റ് നമുക്ക് കറണ്ടിൽ കൊടുത്തിട്ട് റിമോട്ട് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റിയ ലൈറ്റാണ്. കണ്ടില്ലേ, കളർ ഇങ്ങനെ മാറി മാറിയൊക്കെ ഇഷ്ടമുള്ള കളർ ഇങ്ങനെ ഇട്ട് കളിക്കുക. ഇത് നമുക്ക് റൂമിൽ വെക്കുമ്പോൾ പ്രത്യേക ഒരു ലുക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ മേടിച്ചാണ്. നമുക്ക് വേണമെങ്കിൽ റിമോട്ട് വെച്ച് കളർ മാറ്റി കളിക്കാം. രണ്ടാമത്തെയാണ് മൈക്ക്. ഇത് ഇച്ചിരി വലിയ ബോക്സാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മൈക്കാണ്. തുറക്കുമ്പോൾ കൺസിഡറും പഫും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊന്നും പാറ്റില്ല. അതായത് നട്ട്, പിന്നെ അതിൻ്റെ മൈക്കാണ് ഈ കാണുന്നത്. ഇത് കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്, നമുക്ക് സെറ്റ് ചെയ്ത് കാണാം. എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യുന്നതാണ് ഒരുപാട് നേരം എടുക്കും. കൺസിഡർ സെറ്റ് ചെയ്യണം, ട്യൂബ് സെറ്റ് ചെയ്യണം, മൈക്ക് സെറ്റ് ചെയ്യണമല്ല. ഞാൻ സ്പീഡിയായിട്ട് കാര്യമില്ല, വീഡിയോ സ്പീഡിൽ പൊക്കോളും. എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് അവസാനം മൈക്ക് സെറ്റ് ചെയ്തില്ലേ. ഇതാണ് മൈക്ക്. ഇത് മോണോ എന്തോ A31. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം. അൺബോക്സ് ചെയ്യുന്ന എല്ലാ സാധനത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം. അടുത്തതാണ് നമ്മുടെ ലാപ്ടോപ്പ്. ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് വേണ്ടി പിന്നെ ഒന്ന് പൊട്ടിച്ച് കാണിക്കുന്നതൊക്കെയുള്ളൂ. ബോക്സിനകത്ത് എടുത്ത് വെച്ചിട്ട് ഇതാണ് നമ്മുടെ മാനുവൽ കാർഡ്, വാറണ്ടി കാർഡ്, ആ കാർഡ്, ഈ കാർഡ് എന്ന് പല കാർഡുകൾ ഇതിനകത്തുണ്ട്. ലാപ്ടോപ്പ് എല്ലാവർക്കും അറിയാമായിരിക്കും. ASUS ടഫ് ഗെയിമിംഗ് ആണ് മേടിച്ചിരിക്കുന്നത്. അപ്പം പിന്നെ അതിനകത്തൊരു ചാർജറുണ്ട്, എല്ലാം ഉണ്ട്. അതായത് നമ്മുടെ ലാപ്ടോപ്പും മോണിറ്ററും എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, മൈക്കും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോറി, ഇങ്ങനെയാണ്. അപ്പം തന്നെ ഏകദേശം നമ്മുടെ സ്റ്റുഡിയോ ലുക്കിൽ അത്യാവശ്യം വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ലാപ്ടോപ്പും മോണിറ്ററും ഇതെല്ലാം. ആൻഡ് ഫൈനലി നമുക്ക് നമ്മുടെ വലിയ പെട്ടി പൊട്ടിക്കാം. ഇത് ഇച്ചിരി ഹെവി ഐറ്റം ആണ്, ഇച്ചിരി പ്രൈസും കൂടുതലാണ്, ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് നമുക്ക് നേരത്തെ പൊട്ടിക്കാം. ഇതിനകത്ത് ട്രൈപോഡ് വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്, അംബ്രല വരുന്നുണ്ട്, ഹോൾഡർ വരുന്നുണ്ട്, പല പല സാധനങ്ങൾ വരുന്നുണ്ട്. ഇത് ഇച്ചിരി പാടാ സെറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടുന്നത്. പല യൂട്യൂബിൽ പല വീഡിയോസ് നോക്കിയാണ് സെറ്റ് ചെയ്ത് അവസാനം ഒരു അംബ്രല വന്നിട്ടുണ്ട്. ആ അംബ്രലയും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എന്തോന്ന് മനസ്സിലായിരുന്നില്ല, ഞാൻ മനസ്സിലാക്കി തരാം. അപ്പം നിങ്ങൾ നമുക്ക് വീഡിയോസ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇത്ര നേരം എടുത്ത വീഡിയോസിന് അത്യാവശ്യം നല്ല നോയ്സ് ഉണ്ട്. ഒരുമാതിരി പൊരുവ പണക്ക്. ഇതാ ലൈറ്റ് ഇടുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വീഡിയോയ്ക്ക് നല്ല ക്വാളിറ്റി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഫോൺ എടുക്കുന്നുണ്ട്, DSLR എടുക്കുമ്പോൾ ഇനിയും ക്വാളിറ്റി കൂടും. അത്യാവശ്യം ക്വാളിറ്റി വന്നിട്ടുണ്ട്. ഇത് കാണാതെ ഈ ഒരു ലുക്കാണ്. കണ്ടില്ലേ, നിങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ പോയാൽ കണ്ട് കാണും. ഇത് നല്ല ഇനി കുറച്ച് സാധനങ്ങളൂടെ ഇവിടെ വരാനുണ്ട്. നമ്മുടെ റൂമിൻ്റെ ലുക്ക് തന്നെ മാറി. കണ്ടില്ലേ, ആദ്യം ഇരുന്ന റൂം ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം. ബൈ.